ഹായ് ഗായ്സ്, അപ്പം നമുക്കിന്ന് അവന്യൂസ് മോൾ വരെ പോയാലോ? അപ്പോൾ കുവൈറ്റിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അവന്യൂസ് മാള്. നമുക്ക് എന്താ പറയുക, ഇഷ്ടം പോലെ ഷോപ്പിംഗ് ചെയ്യാനും അതുപോലെ തന്നെ ഫുഡ് സ്പോർട്സ്, പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഡ്രസ്സ്, വാച്ചസ്, പിന്നെ എന്തൊക്കെ വേണം എല്ലാ സാധനവും നമുക്ക് അവന്യൂസിൽ കിട്ടും. പിന്നെ കുറച്ച് എക്സ്പെൻസീവ് സൈഡാണെന്ന് മാത്രം. അപ്പോൾ ഞങ്ങൾ രാത്രി ഒരു ചെറിയ ഡിന്നർ ഡേറ്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഡിന്നർ ഡേറ്റ് ആവും ഷോപ്പിംഗ്. അപ്പം ഇവിടെ ഹൈപ്പർ മാക്സ് ഉണ്ട്, അപ്പം നമുക്ക് വീട്ടിലോട്ടുള്ള സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയെല്ലാം എല്ലാം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങിയതാണ്. അപ്പം മെയിനായിട്ട് ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ ഓർത്തു. അപ്പം ഞങ്ങൾ എല്ലാ മാസവും വരുന്നത് ഈ PF ചാങ്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ള റെസ്റ്റോറൻറ്റിലാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെന്നപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര റഷായിരുന്നു, ഇരിക്കാനൊന്നും സ്ഥലമില്ലായിരുന്നു. അപ്പം ജസ്റ്റ് ഞങ്ങളൊന്ന് കറങ്ങി വന്നു കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നമ്പർ അവിടെ കൊടുത്തു കഴിഞ്ഞ് നമ്മളെ വിളിക്കും അവർ. അപ്പോൾ അവർ വിളിച്ചു, അങ്ങനെ ഞങ്ങൾ വന്നു. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ സ്റ്റാർട്ടേഴ്സായിട്ട് ഡൈനാമിക് ഷ്രിമ്പും ചിക്കൻ ഡംപ്ലിങ്സുമാണ്. അപ്പം ഇവർ ഈ ഒരു സോസ് സഹിതമാണ് തരുന്നത്. എനിക്കൊന്ന് മസ്റ്റർഡ് സോസാണെന്ന് തോന്നുന്നു, പിന്നെ എന്തോ ഒരു ചില്ലി സോസും പിന്നെ സോയ സോസും. അപ്പം ഭയങ്കര ആ മസ്റ്റർഡ് സോസിന് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സ്പൈസിയാണ്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് ചിക്കൻ ഡംപ്ലിങ്സും ഡൈനാമിക് ഷ്രിമ്പുമാണ്. അപ്പം ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ആ മെനു എല്ലാം ഞങ്ങൾക്ക് ബൈ ഹാർട്ടാണ്. കാരണം ഞങ്ങളിപ്പം കുറേ നാളുകളായിട്ട് വരുന്നതാണ്. പിന്നെ ഞങ്ങൾക്ക് വേറൊന്നും എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഫസ്റ്റ് ഞങ്ങൾ വരുമ്പോഴേ സ്റ്റാർട്ടേഴ്സായിട്ട് ഡൈനാമിക് ഷ്രിമ്പും ചിക്കൻ ഡംപ്ലിങ്സുമാണ് ഫസ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്യുന്നത്. വേറൊന്നും ഞങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോലും തോന്നിയിട്ടില്ല. ഒരു പ്രാവശ്യം ഞങ്ങൾ സൂഷിയൊക്കെ ട്രൈ ചെയ്തു, പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഏട്ടന് പിന്നെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മെയിൻ കോഴ്സായിട്ട് ഞങ്ങൾ മംഗോളിയൻ ബീഫും, ഇപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ കൊതി വരുന്നു. പിന്നെ ബീഫ് റിബ്സ് ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു സ്പെഷ്യലാണ്, അതുമാണ് ഓർഡർ ചെയ്തത്. ഇതിനും നമ്മൾ ആ സോസ് കൂട്ടി തന്നെ കഴിക്കുന്ന നല്ലത്, കാരണം കുറച്ച് സ്പൈസി. ഇതിപ്പം ചൈനീസ് വേർഷൻ ആയതുകൊണ്ട് കുറച്ച് സ്വീറ്റ്നെസ് ആയിരിക്കുമല്ലോ ഇച്ചിരി കയറി നിൽക്കുന്നത്. അപ്പം ഈ ഒരു സ്പൈസി സോസും കൂടെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഫസ്റ്റ് ഞങ്ങൾ ഇതെടുത്തു. അപ്പം ഈ ബീഫ് ഫ്രൈഡ് റൈസിൻ്റെ കൂട്ടത്തിൽ നമുക്ക് റൈസും കൂടെ വരുന്നതാണ്. പിന്നെ ഞങ്ങൾ ഓൾറെഡി നമ്മൾ ഫ്രൈഡ് റൈസ് മറ്റേ ബീഫ് ഫ്രൈഡ് റൈസ് മേടിച്ചത് കൊണ്ട് മംഗോളിയൻ ബീഫിൻ്റെ കൂട്ടത്തിൽ കേട്ടോ, ഞങ്ങൾ പിന്നെ വേറെ റൈസ് ചെയ്തില്ല, ആ കൂട്ടത്തിലുള്ളതാണ് നമുക്ക്. അപ്പോൾ എന്താ പറയുക, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതും ഈ മെയിൻ കോഴ്സ് ആണെങ്കിലും ഞങ്ങൾ വേറെ ഓപ്ഷനിലോട്ടൊന്നും ഞങ്ങൾ പോകാറില്ല. ഞങ്ങൾക്ക് മെയിനായിട്ട് മംഗോളിയൻ ബീഫും ഈ ഫ്രൈഡ് റൈസുമാണ് ഞങ്ങൾ മെയിനായിട്ട് കഴിക്കുന്നത്. പിന്നെ ലോമേനൊക്കെ കഴിക്കും കേട്ടോ. പിന്നെ നൂഡിൽസൊക്കെ കഴിക്കണം എന്ന് അത്ര ആഗ്രഹം വരുമ്പോൾ മാത്രമേ ഞങ്ങളത് മേടിക്കാറുള്ളൂ. മെയിനായിട്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറെ എന്തൊക്കെ ഓർഡർ ചെയ്താലും മംഗോളിയൻ ബീഫും അതുപോലെ തന്നെ ഈ ഫ്രൈഡ് റൈസും ഞങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഓർഡർ ചെയ്യും. പിന്നെ ലോമേനൊക്കെ സെക്കൻഡറിയാണ്, പ്രൈമറി ആയിട്ട് ഞങ്ങൾ ഇതൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചു. കുറച്ച് ഫ്രൈഡ് റൈസ് ബാലൻസ് വന്നു, എന്നുവെച്ചാൽ മതിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞങ്ങൾ കഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങത്തുള്ളൂ. അപ്പം അത്യാവശ്യം നമ്മൾ നടക്കുമ്പം ഈ കഴിച്ചതിൻ്റെ ആ ഒരു കുറച്ച് കലോറിയെങ്കിലും ബേൺ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഫസ്റ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കഴിക്കും. കണ്ടോ, കുറച്ച് റൈസ് ബാലൻസ് വന്നു. അങ്ങനെ പിന്നെ കുറേ മൊജിറ്റോസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കൂടുതൽ കുടിക്കാറുണ്ട്. ഇനി ഞങ്ങൾ ജസ്റ്റ് ഡയറ്റ് പെപ്സി മാത്രമേ മേടിച്ചുള്ളൂ. അങ്ങനെ അതെല്ലാം കഴിപ്പൊക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങളിപ്പോൾ അതൊക്കെ ഹൈപ്പർ മാക്സിലോട്ട് ഇറങ്ങി. അതൊക്കെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. ഇവിടെ ഒരു 9:30 കഴിയുമ്പോഴത്തേക്ക് ബ്രെഡ്സ്, അതുപോലെ തന്നെ കേക്ക്സ്, ഡോണറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഓഫർ വരും. അപ്പോൾ ഇപ്പോൾ ഈ ഓഫർ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയം 9:30
9:45 10 മണിയോടടുത്തായപ്പോഴത്തേക്ക് ഇപ്പം അവർ ഓഫർ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതാണ് അത്രയും ഭയങ്കര റഷായത് കണ്ടോ. കേക്ക്സിനും ഡോണറ്റ്സിനും എല്ലാത്തിനും ഭയങ്കര ഓഫറായി. ഞങ്ങൾ ഈ സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാൽ പിസ്താഷ്യോ കേക്കും പിന്നെന്താണ് ചോക്ലേറ്റ് കേക്കും കൂടിയായിരുന്നു. അത് എടുക്കണോ വേണ്ടോ എന്നിങ്ങനെ ആലോചിച്ച് നിന്ന് പിന്നെ ഞങ്ങൾ ഓർത്തു വേണ്ട, എടുത്തു കഴിഞ്ഞാൽ പിന്നെ കഴിക്കും. പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഒരു സെക്ഷൻ, സ്ട്രോബെറീസ് അതുപോലെ തന്നെ ബ്ലൂബെറി അങ്ങനെയെല്ലാം, പിന്നെ ലെറ്റ്യൂസ് അങ്ങനത്തെ ഇലവർഗ്ഗങ്ങൾ, പിന്നെ മുട്ടയുടെ തന്നെ നാടൻ മുട്ട, പിന്നെ അല്ലാണ്ട് വില കുറഞ്ഞിട്ടുള്ള മുട്ട, വില കൂടിയ മുട്ട, അങ്ങനെ പലതരത്തിലുള്ള. പിന്നെ ഇങ്ങനെ കട്ട് ഫ്രൂട്ട്സ് ഇങ്ങനെ വെച്ചേക്കും എല്ലായിടത്തും. പിന്നെ ചിക്കനാണെങ്കിലും ഇങ്ങനെയും അതായത് ഇങ്ങനെ നമുക്ക് ജസ്റ്റ് കൊണ്ടുപോയി ഒന്ന് കട്ട് ചെയ്താൽ മതി, അതുപോലെ വെച്ചിട്ടുണ്ടാവും. പിന്നെ ബീഫിൻ്റെ ആണെങ്കിലും സ്റ്റേക്ക് പീസ് ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, നമുക്ക് കറിക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പാകത്തിനുള്ള അങ്ങനെ കട്ട് പീസായിട്ട് വെച്ചിട്ടുണ്ടാകും, കറിക്കൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ പിന്നെ ഇത് പോത്തുംകാലാന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഇതൊന്നും നമ്മൾ മേടിക്കാറില്ല. പിന്നെ ഇതെന്തുവാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഫിഷിൻ്റെ സെക്ഷനിലാണെങ്കിൽ ഇന്ന് ചെന്നപ്പം കുറച്ച് കുറവായിരുന്നു കേട്ടോ. കൂന്തലും അതുപോലെ തന്നെ തിലോപ്പിയോ അതാന്ന് തോന്നുന്നു, അത് പിന്നെ കിളിമീൻ, അങ്ങനെ മീൻ അത്രയും ഫ്രഷായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. പിന്നെ ഇത് തിരുതയാന്ന് തോന്നുന്നു കേട്ടോ, തിരുത അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഈ സാൽമൺ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ടാവും, വേ ചെയ്ത് അതിൻ്റെ പൈസയും എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് ഞങ്ങൾ കറങ്ങി നടന്നെല്ലാം കാണും കേട്ടോ. ഇതിനൊക്കെയാണ് ഓഫർ, എങ്ങനെയാണ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസാണോ, അങ്ങനെയെല്ലാം ഞങ്ങൾ ഫസ്റ്റ് ഒന്ന് കറങ്ങി എല്ലാത്തിൻ്റെയും പ്രൈസും എല്ലാം നോക്കിയതിന് ശേഷം ഞങ്ങൾ മേടിക്കാൻ തുടങ്ങത്തുള്ളൂ. പിന്നെ ഇവിടെ ഇങ്ങനെ അനാറൊക്കെ ഇങ്ങനെ പൊളിച്ച് വെച്ചിട്ടുണ്ടാവും, പിന്നെ പപ്പായ, മാംഗോ അതെല്ലാം ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ അതെല്ലാം നോക്കി അതിന് ശേഷം പിന്നെ ഫ്രൂട്ട്സിൻ്റെ അല്ലാണ്ട് ഉള്ള സെക്ഷന് ആപ്പിൾ, ഓറഞ്ച് അങ്ങനെ എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും ഉണ്ടാവും. അങ്ങനെ അതെല്ലാം ഞങ്ങളെല്ലാം ഒന്ന് കറങ്ങി നടന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയാണ് മേടിക്കേണ്ടത്, എന്തിനൊക്കെ ഉണ്ടാവും ഓഫർ അങ്ങനെ. പിന്നെ ഇത് ചിക്കൻ്റെ പല തരത്തിലുള്ള ഫ്രോസൺ ഐറ്റംസ്, ചിക്കൻ ഡംപ്ലിങ്സ്, പിന്നെ ബ്രസ്റ്റ് പീസിൽ മാരിനേറ്റ് ചെയ്ത ബ്രസ്റ്റ് പീസ്, പിന്നെ ചിക്കൻ കാല് സെപ്പറേറ്റ്, ചിക്കൻ തൈസ് സെപ്പറേറ്റ്, അങ്ങനെ ഉണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, പിന്നെ അല്ലാതെ നമുക്ക് നോർമലി കറി വെക്കാനുള്ളത്, അങ്ങനെയെല്ലാം നോക്കാം. പിന്നെ നമുക്ക് അവിടെ ചെന്ന് നമുക്ക് പ്രൈസ് നോക്കാം, നമ്മൾക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പം ചിക്കൻ ബ്രസ്റ്റ് 12 പീസാണെന്ന് തോന്നുന്നു, 12 10 പീസാണോ, അതിന് 4,235 ആണ്. 4 കടി 235 ഫിൽസും, അതായത് നമ്മുടെ നാട്ടിലെ ഒരു 1,300 രൂപയൊക്കെ വരുമെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ ഇങ്ങനെ ഇതിനെന്താ പറയുക, സോസേജ്, അങ്ങനെ സോസേജ്, പിന്നെ ഫിഷ്, ഫ്രോസൺ ഫിഷ് എല്ലാം ഫ്രോസൺ ഫിഷ് നമുക്കിവിടെ കിട്ടും. മത്തി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, അയല, പിന്നെ ആവോലി, പിന്നെ ഈ തിരുത, പിന്നെ പ്രോൺസിൻ്റെ പലതരത്തിലുള്ള, അതായത് ഡീവെയിൻ ചെയ്തത്, ഡീവെയിൻ ചെയ്യാത്തത്, അങ്ങനെയെല്ലാം. പിന്നെ നമ്മൾ പിന്നെ കുറേ സാൽമണ്, പിന്നെ അങ്ങനെ കുറേ സൈസ്. പിന്നെ ഇതൊക്കെ പ്രോൺസ് ടെമ്പൂറോ ഒക്കെ ആക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അത്. പിന്നെ നമ്മൾ ഈ സ്പ്രിങ് റോൾസ്, അതെല്ലാം ഫ്രോസൺ, അതൊക്കെ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി നമുക്കൊന്ന് ഫ്രൈ ചെയ്താൽ മതി, അങ്ങനത്തെ സാധനങ്ങളെല്ലാം. അങ്ങനെ എന്തൊക്കെയാണ്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ, അതായത് ഫ്രോസൺ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മെയിനായിട്ട് എടുക്കുന്ന ബ്ലൂബെറിയും അതുപോലെ തന്നെ റാസ്ബെറി അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇവിടെ പൈനാപ്പിൾ കട്ട് ചെയ്ത് ഫ്രോസൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, മാംഗോസ് കട്ട് ചെയ്ത് ഫ്രോസൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങനെയല്ല. അങ്ങനെ കുറേ അതായത് ബെറി ഐറ്റംസ് ഉണ്ടല്ലോ, അതെല്ലാം
അതെല്ലാം പിന്നെന്താണ് കേക്ക്സിൻ്റെ ഒരു സെക്ഷന്. അതും ഇതുപോലെ തന്നെ അവർ നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്ന രീതിയിലുള്ള കേക്ക്സിൻ്റെ സെക്ഷന്, പിന്നെ ഐസ്ക്രീമിൻ്റെ സെക്ഷന്, അങ്ങനെയെല്ലാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഏട്ടൻ ബ്ലൂബെറിയും റാസ്ബെറിയും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, എത്ര എണ്ണം എടുക്കണം അങ്ങനെയല്ല. പിന്നെ ഇത് പിസ്സ സെക്ഷന്, ഫ്രോസൺ പിസ്സ നമുക്ക് ജസ്റ്റ് കൊണ്ടുപോയി ഓവനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ ചീസിൻ്റെ ഒരു കമനീയ ശേഖരമുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്ന് ഇത് ഞാനൊരു അവന്യൂസിൻ്റെ അതായത് ഹൈപ്പർ മാക്സ് അവന്യൂസിൻ്റെ നമ്മൾ ഫുൾ എടുത്തിട്ടില്ല, അതിൻ്റെ ഒരു 0. എത്ര ഒരു ശതമാനം അവന്യൂസിന് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഹൈപ്പർ മാക്സിൻ്റെ ആണെങ്കിലും അത്രയും തന്നെ എടുത്തിട്ടില്ല, കാരണം ഒരുപാട് രാത്രിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ നമുക്ക് ഹെയർ കെയർ, സ്കിൻ കെയർ അങ്ങനെയുള്ള സാമഗ്രികളെല്ലാം ഇവിടെ കിട്ടും. കളർ ചെയ്യാനുള്ളത്, പിന്നെ ഷാമ്പൂ, കണ്ടീഷണർ, അങ്ങനെ കുറേ സാമഗ്രികളുണ്ടല്ലോ, സോപ്പ്, പെർഫ്യൂം, അങ്ങനെയുള്ളതെല്ലാം നമുക്ക് വേണ്ടതൊക്കെ എടുക്കാം. അപ്പോൾ എല്ലാത്തിനും ചിലപ്പോൾ നല്ല ഓഫർ കാണും, ചിലപ്പോൾ ഇതിനൊന്നും അങ്ങനെ വലിയ ഓഫേഴ്സ് വരാറില്ല. പിന്നെ നമ്മൾ നോക്കുവാണ്, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണോ അതെടുക്കുക. അങ്ങനെ അതെല്ലാം എടുത്ത് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിപ്പോൾ തന്നെ ഒത്തിരി സമയമായിരുന്നു. അപ്പം ബില്ലിങ്ങിൻ്റെ അവിടെ ഒരു നീണ്ട ക്യൂ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പതുക്കെ ഇറങ്ങുകയാണ്. ജസ്റ്റ് ഞങ്ങൾ ബാത്ത് ആൻഡ് ബോഡിയിൽ നോക്കി ഓഫേഴ്സ് വല്ലതും ഉണ്ടോയെന്ന്. ഓഫേഴ്സൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ ഇറങ്ങി. അതിന് ശേഷം ഞങ്ങൾ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചിട്ടായതുകൊണ്ട് പിന്നെ ഞങ്ങൾ എങ്ങും കയറേണ്ടി ഒന്നും വന്നില്ല. അപ്പോൾ തന്നെ അത്യാവശ്യം രാത്രിയായി. അത് കഴിഞ്ഞ് പിന്നെ ഈ വാവാവും നാൻ തോന്നുന്നത് വായിക്കുന്നത് ഇവിടെ ഈ ഷനയിൽ അങ്ങനെ അത്യാവശ്യം എക്സ്പെൻസീവായിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ പിന്നെ മാക്ക്, H&M, സാറ, അങ്ങനെ നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് സൈഡാണല്ലോ അവന്യൂസ് മാൾ എന്ന് പറയുമ്പോൾ, കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ പതുക്കെ ഇറങ്ങുകയാണ്. ഇവിടെ തന്നെ ഐക്കിയ ഉണ്ട് കേട്ടോ. നമുക്ക് ഇനി വേറൊരു ദിവസം നമുക്ക് ഐക്കിയയിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരണം. അതായത് അവന്യൂസ് മോളിൽ അതായത് മോളിൽ വരുമ്പോൾ ഐക്കിയയ്ക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വന്നാലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. കാരണം അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ എന്നല്ല, അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു.